ഹലോ ഗായ്സ്, ബെഞ്ച് പ്രസ് ഫിസിയോ ഹിയർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാട്ടമിയിലെ കുറച്ച് ടെർമിനോളജീസ് ആണ്. പൊസിഷണൽ ടെർമിനോളജീസ് എന്ന് പറയും. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയിലുള്ള ഓരോ സ്ട്രക്ചേഴ്സിൻ്റെ പൊസിഷൻ എവിടെയൊക്കെ ആണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. പൊസിഷണൽ ടേംസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് അനാട്ടമിക്കൽ പൊസിഷൻ എന്ന് നമുക്കറിയണം. സോ നമ്മൾ ഈ പൊസിഷണൽ ടേംസ് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പേ ഒരു റെഫറൻസ് വേണം. ആ റെഫറൻസ് എന്തിനാണെന്ന് വെച്ചാൽ ഫർദർ കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ബോഡി ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സിലാണ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ടേംസ് യൂസ് ചെയ്യുമ്പോൾ കൺഫ്യൂസിങ് ആയിട്ട് വരും. ടെക്സ്റ്റ് ബുക്സ് വായിക്കുമ്പോൾ മനസ്സിലായില്ല എന്ന് വരും. സോ എല്ലാവർക്കും യൂണിഫോം ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പൊസിഷൻ വെച്ചിട്ടാണ് ഈ ടേംസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതാണ് അനാട്ടമിക്കൽ പൊസിഷൻ. ഈ അനാട്ടമിക്കൽ പൊസിഷനിൽ ഒരാളുടെ ബോഡി അപ്രൈറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആൾ ഫേസ് ചെയ്യുന്നത് ഫോർവേഡ് ആയിട്ടായിരിക്കും. ആളുടെ ആംസ് രണ്ടും സൈഡിൽ ഹാങ് ചെയ്ത് കിടക്കുകയായിരിക്കും. പിന്നെ ആളുടെ പാംസ് രണ്ടും ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്തിട്ടായിരിക്കും. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി ടേംസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ ടേംസ് നൗ. ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീഡിയൽ ആൻഡ് ലാറ്ററൽ എന്ന് പറയുന്ന ടേംസ് ആണ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് മീനിങ് ഉള്ള ടേംസ് ആണ്. സോ പെയേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ടേംസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇമാജിൻ ഒരാളുടെ ബോഡി നമ്മൾ രണ്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാണ് ഒരു ലൈൻ യൂസ് ചെയ്തിട്ടെന്ന്. സോ ദാറ്റ്സ് ദ മിഡ് ലൈൻ. ഈ മിഡ് ലൈനിൽ നിന്ന് ദൂരത്തോട്ടുള്ള ഒരു സ്ട്രക്ചർ, അതായത് എനി സ്ട്രക്ചർ ദാറ്റ് ഈസ് അവേ ഫ്രം ദ മിഡ് ലൈൻ, അത് നമ്മൾ ലാറ്ററൽ ആയിട്ടുള്ള സ്ട്രക്ചർ എന്നാണ് പറയാം. അതുപോലെ തന്നെ എനി സ്ട്രക്ചർ ദാറ്റ് ഈസ് ക്ലോസർ ടു ദ മിഡ് ലൈൻ, അതായത് മിഡ് ലൈനിനോട് അടുത്ത് വരുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ മീഡിയൽ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഫോറാം, ഈ ഫോറാമിൽ ലാറ്ററലി ഉള്ള ബോൺ നമ്മൾ റേഡിയൽ ബോൺ എന്നും മീഡിയലി ഉള്ള ബോൺ ഈ അൾനാർ ബോൺ എന്നും പറയാം. സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അനാട്ടമിക്കൽ പൊസിഷനിലാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്. അതായത് ലാറ്ററലി വരുന്നത് റേഡിയസ് ആണെന്നും മീഡിയലി ഉള്ളത് അൾനയാണെന്നും. ഇങ്ങനെ തന്നെ ആയിരിക്കും ബാക്കിയുള്ള ടേംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ. ഇത് കുറച്ചുകൂടെ നമുക്ക് ഫെമിലിയർ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മുകളിലായിട്ട് വരുന്നത്, ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ താഴെയായിട്ട് വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാർട്ട് ഈസ് സുപ്പീരിയർ ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻസ്. നമ്മളെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ മുകളിലായിട്ടായിരിക്കും ഹാർട്ട് വരുന്നത്. അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് ഇൻഫീരിയർ ടു ദ ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെഫാലിക് ആൻഡ് കോഡൽ എന്ന് പറയുന്ന ടേംസ് ആണ്. സെഫാലിക് എന്ന് പറഞ്ഞാൽ എനി സ്ട്രക്ചർ ദാറ്റ് ഇസ് ക്ലോസർ ടു ദ ഹെഡ്, നമ്മുടെ ഹെഡിനോട് ക്ലോസ് ആയിട്ട് വരുന്ന സ്ട്രക്ചേഴ്സാണ്. അതുപോലെ കോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ടെയിൽ ബോൺ, അതായത് ട്രങ്കിൽ ലോവർ പാർട്ടിൽ വരുന്ന ഒരു സ്ട്രക്ചറിനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കോഡൽ എന്നാണ് പറയാറ്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ആണ്. ആൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലായിട്ട് വരുന്നത്, പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ ബാക്കിലായിട്ട് വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റേർണം ബോണസ് ആൻറ്റീരിയർ ടു ദ ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഹാർട്ടിൻ്റെ ഫ്രണ്ടിലാണ് സ്റ്റേർണം ബോൺ ഉള്ളത്. ഇത് നേരെ തിരിച്ച് പറയുമ്പോഴും ഹാർട്ട് ഇസ് പോസ്റ്റീരിയർ ടു ദി സ്റ്റേർണൽ ബോൺ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ എന്ന ടേംസിന് പകരം നമുക്ക് വെൻട്രൽ ആൻഡ് ഡോർസൽ എന്നുള്ള ടേംസും കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മളുടെ ഹാൻഡിൻ്റെ കേസിൽ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഫ്രണ്ടിലുള്ള പാമാർ സർഫസ് എന്നും ബാക്കിലുള്ളത് ഡോർസൽ സർഫസ് എന്നും പറയാം. പിന്നെ നമ്മളുടെ ഫീറ്റ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഫീറ്റിൽ നമ്മളുടെ അനാട്ടമിക്കൽ പൊസിഷനിൽ സുപ്പീരിയർ സർഫസും ഇൻഫീരിയർ സർഫസും ആയിരിക്കും ഉണ്ടാകുക. പക്ഷേ നമ്മളുടെ അതിൻ്റെ സുപ്പീരിയർ സർഫസിന് നമ്മൾ ഡോർസൽ എന്നും ഇൻഫീരിയർ സർഫസിനെ നമ്മൾ പ്ലാന്റാർ എന്നുമാണ് പറയാറ്. ഇതുപോലെ തന്നെ നമ്മളുടെ ഫോറാംസിൻ്റെ കേസിൽ നമുക്ക് അൾനാർ ആൻഡ് റേഡിയൽ എന്ന് പറയുന്നത് യൂസ് ചെയ്യാം മീഡിയൽ ആൻഡ് ലാറ്ററലിന് പകരം. അതുപോലെ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ എന്ന് വേണമെങ്കിലും പറയാം. അതുപോലെ തന്നെ നമ്മൾ ലെഗിൽ ടിബിയൽ ആൻഡ് ഫിബുലാർ എന്ന് വേണമെങ്കിൽ പറയാം മീഡിയൽ ആൻഡ് ലാറ്ററലിന് പകരം. സോ ഇനി നമുക്ക് ഡിസ്റ്റൽ ആൻഡ് പ്രോക്സിമൽ എന്ന് പറയുന്ന ടേംസിന് ഡിസ്ക്രൈബ് ചെയ്യാം. സോ നമ്മുടെ ബോഡീനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ലൈക്ക് ദി ആക്സിയൽ പാർട്ടും പിന്നെ അപ്പൻഡിക്കുലാർ പാർട്ട്. ഈ ആക്സിയൽ എന്ന് പറയുമ്പോൾ നമ്മളെ ഹെഡ്, നെക്ക്, ട്രങ്കും, അപ്പൻഡേജസ് അതായത് നമ്മളെ അപ്പർ ലിംബും ലോവർ ലിംബും, കൈയും കാലുകളും അപ്പൻഡിക്കുലാർ ബോഡി എന്ന് വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മുടെ കൈകളിലും കാലുകളിലും നമ്മുടെ ട്രങ്കിൽ നിന്ന് ദൂരെയായി വരുന്ന സ്ട്രക്ചേഴ്സിനെ നമ്മൾ ഡിസ്റ്റൽ എന്നും ക്ലോസ് ആയിട്ട് വരുന്ന സ്ട്രക്ചേഴ്സിനെ നമ്മൾ പ്രോക്സിമൽ എന്നും പറയും. സോ ചില സമയത്ത് ഈ ടേംസിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് സൂപ്പറോ ലാറ്ററൽ അല്ലെങ്കിൽ പോസ്റ്ററോ സുപ്പീരിയർ, പോസ്റ്ററോ ഇൻഫീരിയർ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ടേംസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ, അത് നമ്മൾ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്.